നമ്മൾ മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട നാടൻ പലഹാരമായ പരിപ്പ് വട വളരെ ടേസ്റ്റിലും നല്ല മൊരിഞ്ഞ രീതിയിലും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു പെർഫെക്റ്റ് സ്നാക്കാണ് പരിപ്പ് വട. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. പരിപ്പ് വട ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ പീസ് പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് അളവ് കപ്പിന് 1.5 കപ്പുണ്ട്. തൂക്കം നോക്കിയപ്പോൾ 300 ഗ്രാം ഉണ്ടായിരുന്നു. കടകളിൽ നിന്ന് ഇവ വടാ പരിപ്പെന്നും മട്ടർ ദാൽ എന്ന പേരിലും ലഭിക്കും. ഇതിലേക്ക് പരിപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കടലപ്പരിപ്പോ അല്ലെങ്കിൽ പീസ് പരിപ്പോ ആണ്. പീസ് പരിപ്പ് കൊണ്ട് വട ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. ഇത് ഏകദേശം 4 മണിക്കൂറോളം കുതിരാനായി വെക്കണം. 4 മണിക്കൂറിന് ശേഷം ഞാനിത് വീണ്ടും കഴുകി വാരിയിട്ട് ഇവയിലെ വെള്ളം നന്നായി വാർന്നു പോകുന്നതിന് വേണ്ടി അരമണിക്കൂർ സ്ട്രെയിനറിൽ വെച്ചിരുന്നു. ഇനി നമുക്ക് ഇവയൊന്ന് അരച്ചെടുക്കണം. അതിനു മുൻപ് ഇതിൽ നിന്ന് മുഴുവനെയുള്ള കുറച്ച് പരിപ്പ് മാറ്റി വയ്ക്കാം. പരിപ്പ് വട കഴിക്കുമ്പോൾ മുഴുവനെയുള്ള പരിപ്പ് കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളമൊക്കെ പരിപ്പ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ചുകൂടെ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇവ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കരുത്, തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ പരിപ്പെല്ലാം കൂടി ഒന്നിച്ചിട്ട് അരയ്ക്കരുത്, കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ചായി അരച്ചെടുത്താൽ മതി. ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും ഒഴിക്കാതെ അരച്ചെടുക്കണേ. 5-6 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതിയാകും, അല്ലാതെ ഫുള്ളായിട്ട് അരയ്ക്കരുത്. അരച്ചത് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തരിതരിപ്പോട് കൂടി വേണം അരഞ്ഞു കിട്ടാൻ. ബാക്കിയുള്ളവയും ഇങ്ങനെ തന്നെ പൾസ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോഴെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ വലിയ പീസുകൾ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുതിർത്ത മുഴുവനെയുള്ള പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 25 മീഡിയം സൈസിലുള്ള ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്. ഇത് അരിഞ്ഞതിന് ശേഷം അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 1/2 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 2 പച്ചമുളക് നൈസായി അരിഞ്ഞത്. ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ 4-5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അടുത്തത് 5 നാടൻ വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് ഓപ്ഷണലാണ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് കുറച്ചുകൂടി ആവശ്യമായിട്ട് വരും, അതിവ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി തിരുമ്മി കുഴച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം കേട്ടോ. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. ഉപ്പും മുളകും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിനു മുൻപ് ഞാൻ നമ്മുടെ ഈ ചാനലിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറേ നല്ല സ്നാക്സുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണുകയും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്ത് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കണം. ഉരുട്ടിയതിന് ശേഷം ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കനം കുറച്ച് നല്ല മുരിഞ്ഞ പരിപ്പോടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കനം കുറച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2-3 എണ്ണം കൂടി ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇടാൻ എളുപ്പത്തിന് ഞാൻ ഈ ഒരു തവിയിലാണ് എടുത്തിരിക്കുന്നത്. ഓരോന്നായി എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ കൈ പൊള്ളുകയുമില്ല, പരിപ്പോടെ പൊട്ടിയും പോകില്ല. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടൻ തന്നെ ഇളക്കുകയോ മറിച്ചിടുകയോ ചെയ്യരുത്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു 45 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്യുമ്പോഴും 3-4 എണ്ണം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ.
ഇനിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു ഡാർക്ക് ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യണം. ആ സമയം കൊണ്ട് അകമൊക്കെ വേവുകയും പുറംഭാഗം നല്ല ക്രിസ്പിയുമായി കിട്ടും. ഇപ്പോൾ ആവശ്യത്തിന് കളറായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളവയും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പരിപ്പ് വടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിൽ നിന്ന് ഈ സൈസിൽ 20 പരിപ്പ് വട കിട്ടും. നല്ല ക്രിസ്പിയും സ്പൈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു പരിപ്പ് വടയാണിത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്